1846 സെപ്റ്റംബർ 19 അന്നാണ് ഫ്രാൻസിലെ ലാസലെറ്റിൽ പരിശുദ്ധ കന്യകാമറിയം 2 കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. മാതാവിൻ്റെ പല പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ തൻ്റെ വികാരങ്ങൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നതായി കണ്ടുവരാറില്ല. പക്ഷേ ലാസലെറ്റിൽ സ്ഥിതി നേരെ തിരിച്ചായിരുന്നു. മാതാവ് അവിടെ കുട്ടികൾക്ക് മുൻപിൽ കരഞ്ഞു. എന്തിനായിരുന്നു മാതാവ് കരഞ്ഞത്? ഞായറാഴ്ച ആചരണത്തിന് കൽപ്പിക്കേണ്ട വിശുദ്ധിയും പരിപാവനതയും കാത്തു സൂക്ഷിക്കാത്തതുകൊണ്ടായിരുന്നു മാതാവ് അന്ന് കരഞ്ഞതെന്നാണ് ചരിത്രം പറയുന്നത്. കർത്താവിൻ്റെ ദിവസമായി ആചരിക്കേണ്ട ഞായറാഴ്ച പലരും അലസമായി ചെലവഴിക്കുന്നതും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതും അമ്മയെ സങ്കടപ്പെടുത്തി. പലരും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോലും വരാറില്ല. 6 ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യാനായി അനുവദിച്ചിട്ടില്ലേ? 7-ാം ദിവസം കർത്താവിന് വേണ്ടി നീക്കിവെച്ചുകൂടെ? എന്നാൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഞായറാഴ്ചകളിൽ ഏതാനും വൃദ്ധകൾ മാത്രമാണ് കുർബാനയ്ക്കായി വരുന്നത്. മാതാവ് ഇങ്ങനെ പറഞ്ഞ് ഏങ്ങലടിച്ചു കരഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. ഞായറാഴ്ച ആചരണത്തിൽ പലപ്പോഴും നമ്മളും അശ്രദ്ധ കാണിച്ചിട്ടില്ലേ? ദൈവത്തിനു വേണ്ടിയും സഭയ്ക്കു വേണ്ടിയും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ചില സ്ഥാപനങ്ങളിൽ പോലും ഞായറാഴ്ചകളിൽ ജോലി ചെയ്യാൻ വിധിക്കപ്പെടുന്നവർ ധാരാളമുണ്ട്. ഞായറാഴ്ച ദൈവത്തിനു വേണ്ടിയുള്ള ദിവസമാണ്. അതിന് മുടക്കം വരാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ നമുക്കിനിയും കരയിപ്പിക്കാതിരിക്കാം.